അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷൻ്റെയും അടങ്ങിയിരിക്കുന്ന ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. അതിലൊന്ന് അമേരിക്കൻ അപ്രോച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അമേരിക്കൻ അപ്രോച്ച് പ്രകാരം 5 തരത്തിൽപ്പെട്ട അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് അസറ്റ് അക്കൗണ്ട്. അതിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ്. മറ്റൊന്ന് ലാബിലിറ്റി അക്കൗണ്ടാണ്. അതിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ഈസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ലാബിലിറ്റി ഈസ് ഡെബിറ്റഡ്. മറ്റൊന്ന് എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഇതിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ക്രെഡിറ്റഡ്. അവസാനത്തത് റവന്യൂ അക്കൗണ്ടാണ്. അതിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ റവന്യൂ ഈസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ റവന്യൂ ഈസ് ഡെബിറ്റഡ്. അപ്പോൾ ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസിലും ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആദ്യം സുരേഷ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അപ്പോൾ സുരേഷ് എന്ത് ചെയ്തു? ഒരു ബിസിനസ് തുടങ്ങിയാണ് 1,00,000 രൂപ കൊണ്ടുവന്നുകൊണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ആസ്പെക്റ്റുകൾ. ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാഷാണ്. ക്യാഷ് അസറ്റാണെന്നുള്ള അറിയാം. മറ്റൊന്ന് സുരേഷ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ക്യാപിറ്റലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ക്യാപിറ്റലാണ്, മറ്റൊന്ന് ക്യാഷാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാപിറ്റലിൻ്റെ റൂള് നോക്കാം. ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സുരേഷ് സ്ഥാപനത്തിലേക്ക് 1,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ സുരേഷിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് സുരേഷ് ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ക്യാഷ് നോക്കാം. ക്യാഷ് അസറ്റ് അക്കൗണ്ടാണ്. അസറ്റിൻ്റെ റൂള് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് സ്ഥാപനത്തിലേക്ക് ഇദ്ദേഹം ക്യാഷ് കൊണ്ടുവരുമ്പോൾ സ്ഥാപനത്തിലെ ക്യാഷ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും. ഒന്നാമത്തതിൻ്റെ ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. ഓക്കെ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. ബാങ്കിൽ കുറച്ച് പൈസ നിക്ഷേപിച്ചു. ഇപ്പോൾ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ആസ്പെക്റ്റുകൾ. ഒന്ന് ക്യാഷാണ്, ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷാണ്. രണ്ട് ബാങ്കാണ്. എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്ത്? ബാങ്കിലാണ്. ഇത് രണ്ടും അസറ്റാണ്. ബാങ്കിലുള്ള ക്യാഷും കയ്യിലുള്ള ക്യാഷും അസറ്റാണ്. അപ്പോൾ നമുക്ക് റൂള് നോക്കാം. ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്യുന്നത് അത് ഡെബിറ്റ് ചെയ്യുന്നു, ഏത് അസറ്റാണോ ഡിക്രീസ് ചെയ്യുന്നത് അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബാങ്കിലുള്ള ക്യാഷാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി കയ്യിലുള്ള ക്യാഷാണ് ഡിക്രീസ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ക്യാഷ് ബാങ്കിലിടുകയാണ് ചെയ്യുന്നത്. അപ്പം ബാങ്കിലുള്ള ക്യാഷ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്നു. കയ്യിലുള്ള ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ബാങ്ക് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ. ഇനി അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ പർച്ചേസ് എന്നുള്ളത് എക്സ്പെൻസാണ്. പർച്ചേസ് എന്നുള്ള എക്സ്പെൻസാണ്, ക്യാഷ് അസറ്റുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെൻസിൻ്റെ റൂൾ നോക്കാം. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ്. നമ്മൾ 30,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്നുള്ളത് അസറ്റാണ്. നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കുറയുകയാണ് ചെയ്യുക. സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റും ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ പർച്ചേസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ ഓൺ ക്രെഡിറ്റ്. രാജനിൽ നിന്നും സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. ഇപ്പോൾ ഒരു ആസ്പെക്റ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്നുള്ള എക്സ്പെൻസ് കൂടുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്.
രാജനിൽ നിന്നും കടത്തിന് സാധനം വാങ്ങിക്കുമ്പോൾ രാജൻ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളാണ് രാജൻ. ക്രെഡിറ്റർ എന്നാണ് വിളിക്കുക. ആ ക്രെഡിറ്റർ ഒരു ലാബിലിറ്റിയാണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ എന്താണ്? ലാബിലിറ്റിയാണ്. അപ്പോൾ ലാബിലിറ്റിയുടെ റൂള് ഇൻക്രീസ് ഇൻ ലാബിലിറ്റീസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ലാബിലിറ്റീസ് ഡെബിറ്റഡ്. അപ്പോൾ നോക്കൂ, നമ്മൾ രാജനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ ലാബിലിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ അത്രയും നമ്മുടെ ലാബിലിറ്റി അല്ലേ, ലാബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാജൻ എന്നുള്ള ലാബിലിറ്റി കൂടുന്നു, ക്രെഡിറ്റർ എന്നുള്ള ലാബിലിറ്റി കൂടുന്നു. അപ്പോൾ രാജൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കൂടുന്നു. രാജൻ എന്നുള്ള ലാബിലിറ്റി കൂടുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 25,000. സാധനങ്ങൾ വിറ്റു, ക്യാഷ് കിട്ടി. അപ്പോൾ സെയിൽസാണ് ഇവിടെ ഒരു അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷുമാണ്. സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ എക്സ്പെൻസ് അല്ല, റവന്യൂ ആണ്. അപ്പോൾ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ കൂടും. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്നുള്ളത് റവന്യൂ കൂടുമ്പോൾ ഇൻക്രീസ് ഇൻ റവന്യൂ ഈസ് ക്രെഡിറ്റഡ് എന്നാണ്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റിലാണ് കാണിക്കേണ്ടത്. ഇനി വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുകയാണ്. ക്യാഷ് കിട്ടുമ്പോൾ അസറ്റാണ് ക്യാഷ്. അസറ്റിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് എന്നാണ്. അപ്പോൾ ക്യാഷ് കൂടുന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാഷ് ഡെബിറ്റും സെയിൽസ് എന്നുള്ള റവന്യൂ വർദ്ധിക്കുന്നതുകൊണ്ട് സെയിൽസ് ക്രെഡിറ്റും, ക്യാഷ് എന്നുള്ള അസറ്റ് വർദ്ധിക്കുന്നു ഡെബിറ്റ്, സെയിൽസ് എന്നുള്ള റവന്യൂ വർദ്ധിക്കുന്നു അത് ക്രെഡിറ്റ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു സജിത്ത് ഓൺ ക്രെഡിറ്റ്. സജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റതാണ്. അപ്പോൾ ഒന്ന് സെയിൽസ് ആണ്, സെയിൽസ് റവന്യൂ ആണ്. റവന്യൂ വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. സെയിൽസ് നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ വർദ്ധിക്കും. അപ്പോൾ സെയിൽസ് എന്നുള്ളത് ക്രെഡിറ്റ് ചെയ്യണം, കാരണം റവന്യൂ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സാധനങ്ങൾ സജിത്തിന് കടമായിട്ടാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ കടമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ സജിത്ത് ഇങ്ങോട്ട് പൈസ തരണം. ഇങ്ങോട്ട് പൈസ തരാനുള്ളത് നമ്മുടെ അസറ്റായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ നമ്മൾ വിളിക്കുന്നത് ഡെപ്റ്റർ എന്നാണ്. ഡെപ്റ്റർ എന്നുള്ളൊരു അസറ്റാണ് സജിത്ത്. അപ്പോൾ അസറ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ സജിത്തിന് വിൽക്കുമ്പോൾ സജിത്ത് ഇങ്ങോട്ട് പൈസ തരാണ്, നമ്മുടെ അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ സജിത്ത് എന്നുള്ള ഡെപ്റ്റർ അസറ്റാണ്, അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെബിറ്റിൽ കാണിക്കേണ്ടത് സജിത്ത് എന്നും ക്രെഡിറ്റിൽ സെയിൽസാണ്, സെയിൽസ് റവന്യൂ ആണ്, റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്രെഡിറ്റിൽ. ഇപ്പോൾ ഡെബിറ്റിൽ സജിത്ത് അക്കൗണ്ടും ക്രെഡിറ്റിൽ സെയിൽസ് അക്കൗണ്ടും. അടുത്തത് ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു 12,000 രൂപയ്ക്ക്. 12,000 രൂപ കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങിച്ചു. രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് ഫർണിച്ചറാണ്, മറ്റൊന്ന് ക്യാഷാണ്. ഒന്ന് ഫർണിച്ചറാണ്, മറ്റൊന്ന് ക്യാഷാണ്. അപ്പോൾ നമുക്കറിയാം ഫർണിച്ചറും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. റൂള് ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഇപ്പോൾ ഇവിടെ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏത് അസറ്റാണ് വർദ്ധിക്കുന്നത്? ഫർണിച്ചർ എന്നുള്ള അസറ്റാണ്. ഏത് അസറ്റാണ് ഡിക്രീസ് ചെയ്യുന്നത്? ക്യാഷ് എന്നുള്ള അസറ്റാണ് ഡിക്രീസ് ചെയ്യുന്നത്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് because furniture increases, cash is credited because cash decreases. അടുത്തത് പെയ്ഡ് റെൻ്റ് ആണ്. നമ്മൾ കൊടുക്കാനുള്ള വാടക കൊടുത്തു. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് എന്താ കൊടുത്തത്? റെൻ്റാണ്. രണ്ട് എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷായിട്ടാണ് കൊടുത്തത്. ഒന്ന് റെൻ്റ് ആണ്, രണ്ട് ക്യാഷാണ്. റെൻ്റ് കൊടുത്താൽ നമുക്ക് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ എക്സ്പെൻസിൻ്റെ റൂള് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ക്രെഡിറ്റർ. റെൻ്റ് കൊടുത്താൽ നമ്മുടെ ചിലവ് കൂടുകയാണ് ചെയ്യുക. നമ്മുടെ ചിലവ് കൂടുകയാണ് ചെയ്യുന്നത്. ഏത് എക്സ്പെൻസ് മീറ്റ് ചെയ്താലും നമ്മുടെ ചിലവ് അത്ര കണ്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ റെൻ്റ് എന്നുള്ള എക്സ്പെൻസ് കൂടുന്നതായതുകൊണ്ട് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് കൊടുത്തു, ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റിൽ റെൻറ്റും ക്രെഡിറ്റിൽ ക്യാഷും. ഡെബിറ്റിൽ റെൻറ്റും ക്രെഡിറ്റിൽ ക്യാഷും. അടുത്ത പെയ്ഡ് സാലറീസ് ആണ്. പെയ്ഡ് സാലറീസ് ശമ്പളം കൊടുത്താണ്. അപ്പോൾ സാലറി എക്സ്പെൻസ് ആണ്,
കൊടുത്തത് ക്യാഷ് ആയിട്ടാണ്. രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് സാലറിയാണ്, രണ്ട് ക്യാഷാണ്. സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ്. സോ സാലറി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ക്യാഷാണ്, ക്യാഷ് കുറയാണ് ചെയ്യുന്നത്. സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്. സോ ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. അപ്പോൾ ഡെബിറ്റ് സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അടുത്തത് റിസീവ്ഡ് ഇൻട്രസ്റ്റ് ആണ്. പലിശ ഇങ്ങോട്ട് കിട്ടിയതാണ്. ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരിക്കലും എക്സ്പെൻസ് അല്ല, റവന്യൂ ആണ്. റവന്യൂ ആണ്. രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ഇൻട്രസ്റ്റ് ആണ്, ഇങ്ങോട്ട് കിട്ടിയ റവന്യൂ എന്നുള്ള ഇൻട്രസ്റ്റ്. രണ്ട് ക്യാഷായിട്ടാണ് കിട്ടുന്നത്, ക്യാഷായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതായതുകൊണ്ട് ഇങ്കാണ്. ഇനി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. ഇങ്ങോട്ട് കിട്ടിയ ഇൻട്രസ്റ്റ് റവന്യൂ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ സ്ഥാപനത്തിലെ റവന്യൂ എന്ത് സംഭവിക്കുന്നു? കൂടുകയാണോ കുറയുക? ഇൻട്രസ്റ്റ് കിട്ടിയാൽ നമ്മുടെ റവന്യൂ കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻട്രസ്റ്റ് എന്നുള്ള റവന്യൂ കൂടുന്നു. ഇൻക്രീസ് ഇൻ റവന്യൂ ഈസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ റവന്യൂ ഈസ് ഡെബിറ്റഡ്. അതാണ് റൂള്. അപ്പോൾ നമ്മുടെ റവന്യൂ കൂടുന്നു, ഇൻട്രസ്റ്റ് കൂടുന്നു, ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ക്യാഷ്, നമുക്ക് ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് കൂടുന്നു, ക്യാഷ് എന്നുള്ള അസറ്റ് കൂടുന്നു. അസറ്റ് കൂടിയാൽ ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റിലും. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. രണ്ടാമത്തതിൽ ബാങ്ക് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. മൂന്നാമത്തതിൽ പർച്ചേസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. നാലാമത്തതിൽ പർച്ചേസ് ഡെബിറ്റ്, രാജൻ ക്രെഡിറ്റ്. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. സിക്സ്ത് സജിത്ത് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. സെവൻത്ത് വൺ ഫർണിച്ചർ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. എയ്ത്ത് വൺ റെൻറ്റ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. നയൻത്ത് വൺ സാലറീസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ടെൻത്ത് വൺ ക്യാഷ് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ. താങ്ക് യു.